ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ 2025 ക്രിസ്മസ് ബമ്പർ ലോട്ടറി സൗഭാഗ്യം നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യം 9 നക്ഷത്രക്കാർക്ക് തെളിഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോഴുള്ള ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാനും ജീവിതത്തിൽ ഒരു കോടീശ്വര യോഗം കാണുവാനുമുള്ള ഭാഗ്യവാനായി ഈശ്വരൻ തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം ലോട്ടറി സൗഭാഗ്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ മഹാഭാഗ്യത്തിൻ്റെയും ഈശ്വര കടാക്ഷത്തിൻ്റെയും ഫലം തന്നെയാണ്. അപ്രകാരം നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരിൽ ഇപ്പോൾ കോടീശ്വര യോഗം തെളിഞ്ഞു കാണുകയാണ്. മാത്രമല്ല ഈ ക്രിസ്മസ് ബമ്പർ ലോട്ടറി സമ്മാനം സ്വന്തമാക്കുവാനായി ഈ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ ഭാഗ്യസംഖ്യയ്ക്കും നിങ്ങൾ ലോട്ടറി വാങ്ങുവാൻ പോകുന്ന സമയത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കാരണം അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പ്രാധാന്യം നൽകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചതിലും ഉപരിയായ വിജയഫലം ലഭിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ ഓണം ബമ്പറിൻ്റെ ചെറുതും വലുതുമായ സമ്മാനത്തുകകൾ പല ആളുകൾക്കും ലഭിക്കുകയും അവർ നമ്മോട് എഴുതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഓരോ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും നിങ്ങളുടെ ഭാഗ്യസംഖ്യയ്ക്കും മറ്റുള്ള ചില കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. അപ്പോൾ ഈ 2025 ക്രിസ്മസ് ബമ്പർ സ്വന്തമാക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന 9 നക്ഷത്രക്കാരെ പറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ ഭാഗ്യസംഖ്യ, നിങ്ങൾ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ എന്നിവയെ പറ്റിയും എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ പറയുവാൻ പോകുന്ന ഓരോ നക്ഷത്രക്കാരും നിങ്ങളുടേതായ ഭാഗ്യസംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുവാൻ മറക്കരുത്. ഇതിൽ ഒന്നാമതായി ഈ ക്രിസ്മസ് ബമ്പർ ഭാഗ്യക്കുറിയിൽ നിന്ന് സമ്മാനം നേടുവാനുള്ള മഹാഭാഗ്യം വളരെയധികം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ചോതി നക്ഷത്രക്കാരാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഭഗവാൻ കണ്ടറിഞ്ഞ് നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹ കടാക്ഷം നൽകുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ചോതി നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികളെ തേടിയെത്തുന്നത്. ഇതിൽ ഈ ലോട്ടറി ഭാഗ്യവുമായി ബന്ധപ്പെട്ട് ചോതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 6 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് 6 എന്ന സംഖ്യയുമായി ബന്ധിപ്പിച്ച് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുവാൻ കഴിയുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. ഇനി അതുപോലെ തന്നെ ലോട്ടറി വാങ്ങുവാൻ പോകുന്ന ദിവസത്തിനും വളരെയധികം നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതായത് ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് ലോട്ടറി വാങ്ങുവാനും മറ്റുമായി ഏറ്റവും നല്ല ദിവസമായി വരുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളാണ്. ഒപ്പം തന്നെ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് കൈകളിലേക്ക് വാങ്ങുന്ന ആ ഒരു സമയം രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്തിന് ഇടയ്ക്കുള്ള ഒരു സമയമാണെങ്കിൽ അത് വളരെയേറെ ഗുണകരമായിരിക്കും. അപ്പോൾ ഈ 10:30-ക്കും 12 മണിക്കും ഇടയിലുള്ള സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ചോതി നക്ഷത്രക്കാരിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റിയും ഈശ്വര കടാക്ഷവും ആകർഷിക്കുവാൻ നിങ്ങൾ ലോട്ടറി എടുക്കുവാൻ പോകുന്ന വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് വെള്ള അല്ലെങ്കിൽ ഇളം നീല നിറമാണ്. ഒപ്പം തന്നെ നിങ്ങൾ പോകുവാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായി നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുകയും കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. ഇനി രണ്ടാമതായി ഈ ക്രിസ്മസ് ബമ്പർ ലോട്ടറി സൗഭാഗ്യം നേടുവാനുള്ള മഹാഭാഗ്യം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരം നക്ഷത്രക്കാരാണ്.
പൂരം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികളുടെ ജീവിതം ഏറ്റവും ആഡംബരപൂർണവും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ വരെ അതിശയിക്കത്തക്ക തരത്തിൽ ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യസമയമാണ് നിങ്ങൾക്ക് ഇത്. ഇതിൽ പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 9. അതുപോലെ തന്നെ നിങ്ങൾ ലോട്ടറി വാങ്ങുവാനും മറ്റുമായി തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അതായത് നിങ്ങൾ ഏത് ഞായറാഴ്ചയാണോ ലോട്ടറി വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം നിങ്ങൾ കൂടുതലായി 9 എന്ന സംഖ്യയ്ക്കും പ്രാധാന്യം നൽകണം. മാത്രമല്ല പൂരം നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ ഞായറാഴ്ച ദിവസം ലോട്ടറി എടുക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ രാവിലെ 10:30 വരെയുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് കൈകളിൽ വാങ്ങുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യത്തെ ആകർഷിക്കുന്ന നിറം ചുവപ്പാണ്. അതായത് ഇത്തരത്തിൽ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ പോകുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രം ചുവപ്പ് നിറമുള്ളതായിരിക്കണം. ഇനി ചുവപ്പ് നിറം ഇല്ലാത്തവർക്ക് ചുവപ്പ് നിറവുമായി സാമ്യമുള്ള ഏതെങ്കിലും നിറത്തിലുള്ള വസ്ത്രം ധരിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാഗ്യത്തോടൊപ്പം ഈശ്വരാധീനവും നിങ്ങൾ മുറുകെ പിടിക്കുമ്പോഴാണ് സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വേഗത്തിൽ ലഭിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ പോകുമ്പോൾ നിങ്ങൾ ഏത് മതവിശ്വാസിയായിരുന്നാലും നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുവാൻ. ഇനി കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടനവധി പോസിറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി മൂന്നാമതായി ഫലപ്രകാരം നോക്കുമ്പോൾ കോടീശ്വര യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാർക്ക് ഈ ക്രിസ്തുമസ് ബമ്പർ ലോട്ടറിയിൽ നിന്ന് സമ്മാന തുകകൾ നേടുവാനുള്ള ഭാഗ്യം വളരെയധികമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ ഒരു സമയത്ത് മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 1. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാനായി പോകുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം ഞായറാഴ്ചയാണ്. അതിൽ തന്നെ ഞായറാഴ്ച രാവിലെ 7:30 മുതൽ രാവിലെ 11 മണി വരെയുള്ള സമയത്തിനുള്ളിൽ വേണം നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് സ്വന്തമാക്കുവാൻ. ഈ ഒരു സമയത്ത് വാങ്ങുന്ന വ്യക്തികളിൽ ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികമായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റി ആകർഷിക്കപ്പെടുവാനും കൂടുതൽ ഈശ്വരാധീനം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാനുമായി നിങ്ങൾ ഇത്തരത്തിൽ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ഞായറാഴ്ച ദിവസം മഞ്ഞ അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മാത്രമല്ല നിങ്ങൾ ഇത്തരത്തിൽ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാനായി ഇറങ്ങിത്തിരിക്കുന്നതിന് തൊട്ട് മുൻപായി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഗുണകരമായ തരത്തിലുള്ള കാര്യങ്ങൾ ഉടനടി സംഭവിക്കുവാൻ പോകുന്നു എന്നതിനെപ്പറ്റി സങ്കല്പിക്കുകയും വേണം. അങ്ങനെ ചെയ്തതിനു ശേഷം ഈശ്വരനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഇറങ്ങുക. ക്ഷേത്രദർശനം നടത്തുവാൻ കഴിയുന്ന വ്യക്തികൾക്ക് ക്ഷേത്രദർശനവും നടത്താവുന്നതാണ്. ഇനി അടുത്തതായി ഈ ക്രിസ്മസ് ബമ്പർ ലോട്ടറി സമ്മാനം നേടിയെടുക്കുവാനുള്ള ഭാഗ്യം വളരെയധികം നിലനിൽക്കുന്ന 4ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ഓരോ വ്യക്തികളിലും ഈ ഒരു സമയത്ത് ഭാഗ്യം വളരെ വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത്. ഇതിൽ തന്നെ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന വ്യക്തികളെ തേടി അവിസ്മരണീയമായ നേട്ടങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് വന്നു ചേരുന്നത്. അതായത് 2025 ലോട്ടറി സമ്മാനം നേടിയെടുക്കുവാനായി നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 3. 3 എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ കാർത്തിക നക്ഷത്രക്കാർ നിങ്ങൾ ലോട്ടറി വാങ്ങുവാൻ പോകുന്ന ദിവസത്തിനും
സമയത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതായത് കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ലോട്ടറി വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അതിൽ തന്നെ ചൊവ്വാഴ്ച ദിവസം രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ ലോട്ടറി വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം. ഇനി അതുപോലെ തന്നെ ഇത്തരത്തിൽ ലോട്ടറി വാങ്ങുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ദിവസം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം ചുമപ്പ് ആണെങ്കിൽ അത് കൂടുതൽ ഈശ്വരാധീനത്തെയും ഭാഗ്യത്തെയും നിങ്ങളിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ശ്രദ്ധിക്കുകയും ആ സമയപരിധിക്കുള്ളിൽ ഈ സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങൾ ലോട്ടറി വാങ്ങുകയും ചെയ്താൽ നിങ്ങളിൽ ഭാഗ്യം വളരെയധികമായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്താൽ അതും കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തെ അധികരിപ്പിക്കും. ഇനി അഞ്ചാമതായി അതിശക്തമായ കോടീശ്വര യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഭാഗ്യം അത്രയധികം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ക്രിസ്മസ് ബമ്പർ ലോട്ടറി സൗഭാഗ്യം നിങ്ങളുടെ തൊട്ടരികിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളിൽ ഭാഗ്യം മാത്രമല്ല ഈശ്വരാധീനവും ഈ ഒരു സമയത്ത് വളരെയധികമാണ് നിലനിൽക്കുന്നത്. ഇതിൽ അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 8 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന ലോട്ടറിയുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് 8 എന്ന സംഖ്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാവുന്നതാണ്. ഇനി അതുപോലെ അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഇത്തരത്തിൽ ലോട്ടറി എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി പോകുവാൻ തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അതിൽ ശനിയാഴ്ച ദിവസത്തിൽ തന്നെ വൈകിട്ട് 5 മണി മുതൽ വൈകിട്ട് 6:30 വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ലോട്ടറി വാങ്ങുവാൻ പോകുന്ന ശനിയാഴ്ച ദിവസം ധരിക്കുവാൻ ഏറ്റവും ശുഭകരമായ വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് കറുപ്പ് അല്ലെങ്കിൽ നീല നിറമാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ശുഭകരമായ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും ഒപ്പം തന്നെ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോവുകയും വേണം. ഇനി അവിട്ടം നക്ഷത്രക്കാരിൽ ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം പോവാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നതും ഏറ്റവും ഭാഗ്യകരമായിരിക്കും. ഇനി അടുത്തതായി ലോട്ടറി ഭാഗ്യത്തിലൂടെ കോടീശ്വര യോഗം വരെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം ഈ ഒരു സമയത്ത് വളരെയധികം നിലനിൽക്കുകയും ഈ 2025 ക്രിസ്മസ് ബമ്പറിൽ നിന്ന് വളരെ മികച്ച ഒരു സമ്മാനത്തുക സ്വന്തമാക്കുവാനുള്ള യോഗം നിലനിൽക്കുകയും ചെയ്യുന്ന 6ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും അത്തരത്തിൽ വളരെയധികം ദുരിതം അനുഭവിച്ചു വരുന്ന ചില വ്യക്തികളെ തേടി തന്നെയാണ് ഈ ഭാഗ്യനേട്ടം വരുവാൻ പോകുന്നത്. ഇതിൽ മകയിരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 5 ആണ്. ഇനി അതുപോലെ തന്നെ മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ലോട്ടറി വാങ്ങുവാനായി ഏറ്റവും ഉത്തമമായ ദിവസമായി വരുന്നത് ബുധനാഴ്ചയാണ്. അതിൽ ബുധനാഴ്ച ദിവസം തന്നെ രാവിലെ 8 മണി മുതൽ രാവിലെ 11:45 വരെയുള്ള സമയത്തിനുള്ളിൽ വേണം നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ. ഇത്തരത്തിൽ കൃത്യമായ സമയത്ത് വാങ്ങുന്ന വ്യക്തികൾക്ക് സമ്മാനത്തുക നേടുവാനുള്ള യോഗം അധികരിക്കും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ലോട്ടറി വാങ്ങുവാൻ പോകുന്ന ദിവസം, അതായത് ആ ബുധനാഴ്ച, മകയിരം നക്ഷത്രക്കാർക്ക് ധരിക്കുവാൻ ഏറ്റവും പോസിറ്റീവായ വസ്ത്രത്തിൻ്റെ നിറം പച്ചയാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ലോട്ടറി വാങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപായി
അടുത്തുള്ള ക്ഷേത്രദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇനി ഏഴാമതായി ഏറ്റവും സൗഭാഗ്യകരമായ ഈ ഒരു സമയത്ത് കോടീശ്വര യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചില ആളുകൾ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് നട്ടം തിരിയുകയാണ്. എന്നാൽ 2025 ക്രിസ്മസ് ബമ്പർ സമ്മാനത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ വഴിത്തിരിവാകുന്ന ഒരു മാറ്റമായിരിക്കും അനുഭവത്തിൽ വരുന്നത്. ഇതിൽ ഈ ലോട്ടറി ഭാഗ്യത്തെ കൂടുതലായി നിങ്ങളിലേക്ക് ആകർഷിക്കുവാനായി രേവതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായ 7 എന്ന സംഖ്യയ്ക്കാണ്. മാത്രമല്ല, രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ലോട്ടറി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഭാഗ്യകരവും ശുഭകരവുമായ ദിവസം വ്യാഴാഴ്ചയാണ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമ സമയം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസം രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെയുള്ള സമയമാണ്. ഒപ്പം തന്നെ ഈ ഒരു സമയപരിധിക്കുള്ളിൽ മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റിവിറ്റിയും ഈശ്വരാധീനവും നൽകും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മുഴുവനായി പോസിറ്റീവായിട്ടുള്ള ചിന്തകളും തീർച്ചയായും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നേട്ടമുണ്ടാകുമെന്നുള്ള വിശ്വാസവും ഉണ്ടാകണം. ഒപ്പം തന്നെ കൂടുതൽ ഈശ്വര കടാക്ഷത്തിനായി നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രം സന്ദർശിക്കുന്നതും വളരെ ശുഭകരമാണ്. ഇനി എട്ടാമതായി 2025 ക്രിസ്മസ് ബമ്പർ ഭാഗ്യസമ്മാനം നേടിയെടുക്കുവാനും അതിലൂടെ കോടീശ്വര യോഗം വരെ കൈവരിക്കുവാനുമുള്ള ഭാഗ്യം വളരെയധികം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും ഇതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗ്യസമയത്തെ വളരെയധികം ഉപകാരപ്രദമാക്കുവാനായി തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ട നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 2 എന്ന സംഖ്യയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോട്ടറി വാങ്ങാൻ ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. ഇതിൽ തിങ്കളാഴ്ച ദിവസത്തിൽ തന്നെ രാവിലെ 9:30 11:30 ഇടയിലുള്ള സമയത്ത് നിങ്ങൾ ലോട്ടറി വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ്. അതായത് ഈ ഒരു സമയത്ത് വാങ്ങുന്നവർക്ക് ഭാഗ്യത്തിൻ്റെ തുണ വളരെ അധികമായിരിക്കും. അതോടൊപ്പം തന്നെ തിരുവോണം നക്ഷത്രക്കാർക്ക് ലോട്ടറി വാങ്ങുവാനായി പോകുന്ന തിങ്കളാഴ്ച ദിവസം ധരിക്കുവാൻ ഏറ്റവും ഉത്തമമായ വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് വെള്ളയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുകയും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാവുന്നതാണ്. ഇനി അവസാനമായി ഈ 2025 ക്രിസ്മസ് ബമ്പർ സമ്മാനം നേടിയെടുക്കുവാനുള്ള ഭാഗ്യം വളരെയധികം നിലനിൽക്കുകയും കോടീശ്വര യോഗം ഉടനടി ജീവിതത്തിൽ കാണുവാനുള്ള ഭാഗ്യം തെളിയുകയും ചെയ്തിരിക്കുന്ന 9ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികളുടെ ജീവിതം ഈ ഒരു ഭാഗ്യത്തിലൂടെ ചിന്തകൾക്കും അതീതമായ ഒരു ഉയർച്ചയിലേക്ക് എത്തുവാൻ പോവുകയാണ്. ഇതിൽ പുണർദം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 4 അതുപോലെ പുണർദം നക്ഷത്രക്കാർക്ക് ലോട്ടറി വാങ്ങുവാനായി ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്ന ദിവസം വ്യാഴാഴ്ചയാണ്. അതിൽ തന്നെ വ്യാഴാഴ്ച ദിവസം രാവിലെ 10 മുതൽ രാവിലെ 11:30 വരെയുള്ള സമയത്തിനുള്ളിൽ വേണം നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുവാൻ. ഇനി നിങ്ങളിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റിയും ഭാഗ്യവും ആകർഷിക്കുവാനായി പുണർദം നക്ഷത്രക്കാർക്ക് നിങ്ങൾ ലോട്ടറി വാങ്ങുവാൻ പോകുന്ന ആ ഒരു വ്യാഴാഴ്ച ദിവസം മഞ്ഞ അല്ലെങ്കിൽ ഇളം നീല നിറമുള്ള വസ്ത്രം ധരിക്കാവുന്നതാണ്. ഒപ്പം തന്നെ
ഇതിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും നിങ്ങൾ ലോട്ടറി വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വലത് കൈകൊണ്ട് തന്നെ ലോട്ടറി തരുന്ന ആളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വാങ്ങുവാൻ ശ്രമിക്കുക. ഇതിൽ ലോട്ടറി വാങ്ങുന്ന നിങ്ങളും നിങ്ങളിലേക്ക് തരുന്ന ആ ഒരു വ്യക്തിയും വലത് കൈ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ നിങ്ങൾ ലോട്ടറി വാങ്ങുവാൻ പോകുന്നതിന് മുൻപായി ക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ ലോട്ടറി വാങ്ങുന്നതിന് തൊട്ടു മുൻപായി ഒരു 2-3 മിനിറ്റ് മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് കൂടുതൽ ഭാഗ്യവും ഈശ്വരാധീനവും ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സൗഭാഗ്യകരമായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.